Assalamualaikum, welcome back to my channel. This is Shaflaruddin here. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താണ് നമ്മളെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ലൈമിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. പാർട്ട് 1 കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇത് എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഏകദേശം പച്ചയായിട്ടുണ്ടായിരുന്ന ലൈമൊക്കെ നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലക്കിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം പറിക്കാനായിട്ടുള്ള പാകമായപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഞാനൊരു ചെറിയ ഷോർട്ടായിട്ടാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ലൈം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിക്കാനായിട്ട് ഞാൻ എന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലൈമ് പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നന്നായിട്ട് നിറയെ മുള്ളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒന്നൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഏകദേശം കുറേയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് മരമൊക്കെ ഒന്ന് കുലുക്കിയപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പാകമായിട്ടുള്ളതൊക്കെ താഴെ വീണിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. നമുക്ക് ഏകദേശം ഒരു ബക്കറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ബക്കറ്റായിട്ടാണ് പോയത്. അപ്പോൾ ഏകദേശം ഒരു ബക്കറ്റ് ഫില്ലായിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ളത് കൈ എത്താൻ ദുരിതം നമുക്ക് കിട്ടുന്നതൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തോട്ടി വെച്ചിട്ടാണ് ബാക്കിയുള്ള മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു ബക്കറ്റോളം കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളതും പറിച്ചെടുക്കാൻ തുടങ്ങിയത്. പിന്നീട് നല്ല മുകളിലുള്ളതൊക്കെ നമ്മൾ കുലുക്കി നോക്കിയപ്പോൾ കുറേയൊക്കെ താഴെ വീണു. അങ്ങനെയും പറിച്ചെടുത്തു. പിന്നെ ഞാൻ താഴെ ഉള്ളതൊക്കെ ഞാൻ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല രസമാണ് കേട്ടോ. അത് കാണാൻ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. പിന്നെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളവിടെ ഉള്ളതെല്ലാം കൂടെ പ്ലക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഏകദേശം നമുക്ക് 2 ബക്കറ്റോളം ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെയും മരത്തിൽ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. എൻ്റെ കൈയും അതുപോലെ ഹസ്ബൻഡിൻ്റെ കൈയൊക്കെ ഒരുപാട് മുറിവായി. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നീട് എപ്പോഴേലും ഫ്രീ ആകുമ്പോൾ പ്ലക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏകദേശം കിട്ടിയതൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു ഷീറ്റ് വിരിച്ച് അതിൽ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എന്താ പറയുക കുറച്ചും കൂടെ ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് യെല്ലോയിഷ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് ഞാനിവിടെ ഇട്ടതാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ഒരു ബക്കറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലൈമിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നല്ല നീരാണ് കേട്ടോ ഇതിന് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അത് ഞാൻ എല്ലാം കൂടെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള നാരങ്ങയാണ്. നല്ല നീരാണെന്ന് പറഞ്ഞത്. നമുക്ക് പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ ലെമണിനെ മുറിച്ചിട്ട് ലൈം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ലാറുദ്ദീൻ.